നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. ഇന്ന് ഈ ഗാനം ഓർക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. കാരണം ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര ചാന്ദ്ര ദിനമാണ്. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ 55 വർഷം തികയുന്നു. ഇതേപോലെ ഒരു ജൂലൈ 21 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തുന്നത്. ആ അവസരത്തിലാണ് വയലാർ രാമവർമ്മ ഈ ഗാനം രചിച്ചത്. 1969 പേൾവ്യൂ എന്ന ചിത്രം പുറത്തിറങ്ങിയത് 1970. അതിനു മുമ്പ് നമുക്ക് ചന്ദ്രൻ അമ്മാവനും മാനത്തെ അപ്പവും അങ്ങനെ കവികൾക്ക് അവരുടെ ഭാവനയിൽ തോന്നുന്ന പലതുമായിരുന്നു. 1954 പി ഭാസ്കരൻ അത് നായികയെ മേലോട്ട് വിളിക്കുന്ന കാമുകനും, 1965 ഇതേ ഭാസ്കരൻ മാഷിക തന്നെ അത് അമ്മാവനുമായിരുന്നു. മനുഷ്യൻ്റെ ഭാവനയ്ക്കെല്ലാം അപ്പുറത്തുള്ള ശാസ്ത്രത്തിൻ്റെ ഒരു വലിയ കണ്ടുപിടുത്തമായിരുന്നു ചന്ദ്രനിൽ കാലുകുത്തുക എന്നത്. അത് അസാധ്യമെന്ന് കരുതിയവർക്ക് മുന്നിലാണ് ശാസ്ത്രം അതിൻ്റെ അപ്രമാദിത്വം തെളിയിച്ചത്. എന്നാൽ ഇപ്പോഴും 1969 ചന്ദ്രനിൽ മനുഷ്യൻ കാലു കുത്തിയിട്ടില്ല എന്ന് പലരും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ പരസ്യമായി വാദിക്കുന്നുമുണ്ട്. പലരെന്ന് പറയുമ്പോൾ അവർ ചില്ലറക്കാരല്ല, അവരിൽ വലിയ ശാസ്ത്രജ്ഞന്മാർ പോലുമുണ്ട്. എന്തിനധികം അമേരിക്കക്കാരാണല്ലോ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയത്. ആ അമേരിക്കക്കാരിൽ തന്നെ ഒരു 10% പേർ ഇന്നും 1969 മനുഷ്യൻ ചന്ദ്രനിൽ കാല് കുത്തിയിട്ടില്ല എന്ന് കരുതുന്നവരാണ്. ഇത് നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അതാണ് സത്യം. റഷ്യക്കാരിലും ചൈനക്കാരിലും ഒരു 20% പേരും 1969 മനുഷ്യൻ ചന്ദ്രനിൽ കാല് കുത്തിയിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. പക്ഷേ ഈ ഒരു ആരോപണം ആദ്യം പരസ്യമായി ഉന്നയിച്ചത് റഷ്യക്കാരോ ചൈനക്കാരോ ഒന്നുമല്ല, ഒരു അമേരിക്കക്കാരനാണ് എന്നും ഓർക്കണം. അതും വെറും അമേരിക്കക്കാരനല്ല. 1956 മുതൽ 66 വരെയുള്ള കാലത്ത് അമേരിക്കൻ സ്പേസ് പ്രോഗ്രാമിലെ ശാസ്ത്രജ്ഞനായ ബിൽ കെയ്സിംഗ് ആണ് ഈ വെളിപ്പെടുത്തൽ ആദ്യമായി നടത്തിയത്. അത് 1976 അന്ന് കെയ്സിംഗ് വി നെവർ വെന്റ് ടു ദി മൂൺ എന്ന പുസ്തകം പുറത്തിറക്കി. അതിൽ അദ്ദേഹം ഇതിൻ്റെ തെളിവുകൾ ഒന്നൊന്നായി നിരത്തി. ലോകത്തെ ഞെട്ടിച്ച വെളിപ്പെടുത്തലായിരുന്നു അത്. ഇതിനു മുമ്പേ റഷ്യക്കാർക്കും ചൈനക്കാർക്കുമെല്ലാം അപ്പോളോ 11 ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വേറെ കാര്യം. അത് കാരണമുണ്ട്. അമേരിക്കയും റഷ്യയുമായി കോൾഡ് വാർ അഥവാ ശീതയുദ്ധം നടക്കുന്ന കാലമാണ്. അതിന് ഏറ്റവും പ്രധാനമായിരുന്നു സ്പേസ് റൈസ്. പക്ഷേ അന്ന് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു ഇതിൽ അമേരിക്കയെ മറികടന്ന് മുന്നേറിയിരുന്നത്. 1969 അപ്പോളോ ദൗത്യത്തിന് മുമ്പ് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു സ്പേസ് സയൻസിൽ 1ാം സ്ഥാനത്ത്. ആദ്യമായി ബഹിരാകാശത്തെത്തിയതും അവരാണ്. ആദ്യമായി ബഹിരാകാശത്തെത്തിയ യൂറി ഗഗാറിൻ ഒരു റഷ്യക്കാരനാണ്. അതുമാത്രമല്ല, റഷ്യക്കാർ ചാന്ദ്രയാത്രയ്ക്ക് ഏതാണ്ട് അടുത്തെത്തി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരുന്നു. 1959 തന്നെ ലൂണാർ 2 എന്ന പേടകം ചന്ദ്രനിൽ ഇറങ്ങി. അവർ ഏതു നിമിഷവും ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കാൻ കൂപ്പുകൂട്ടുന്ന കാലം. ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടും ആ സ്ഥാനം കൂടി കമ്മ്യൂണിസ്റ്റ് റഷ്യക്ക് വിട്ടുകൊടുക്കാനാവില്ല എന്ന വാശിയിൽ അമേരിക്ക പടച്ചുണ്ടാക്കിയ ഒരു കെട്ടുകഥയാണ് 1969 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തി എന്ന വാർത്ത എന്നാണ് ഇന്ന് പലരും വിശ്വസിക്കുന്നത്. അതിന് കാരണമുണ്ട്. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ലിൻഡൻ ബി ജോൺസൺ ആയിരുന്നു. ഏറെ നല്ലൊരു നേതാവായിരുന്നു അദ്ദേഹം. അമേരിക്കയ്ക്ക് വേണ്ടി ഏറെ നല്ല കാര്യങ്ങൾ ചെയ്ത നേതാവ്. അതേസമയം അമേരിക്കയുടെ അപ്രമാദിത്വത്തിൽ ഉറച്ചു വിശ്വസിച്ചിരുന്ന നേതാവ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഏറെ വാശിക്കാരൻ കൂടിയായിരുന്നു ലിൻഡൻ ബി ജോൺസൺ. ഈ കാലത്താണ് റഷ്യ അമേരിക്കയെ പിന്നിലാക്കി എന്നല്ല ബഹുദൂരം പിന്നിലാക്കി ബഹിരാകാശ പദ്ധതികളിൽ ഏറെ മുന്നേറിയത്. ഇത് അദ്ദേഹത്തിന് സഹിക്കാനാവുന്നതായിരുന്നില്ല. ഇതിന് തടയിടാനാണ് അമേരിക്ക അപ്പോളോ എന്ന പേരിൽ ചാന്ദ്രയാത്രാ പദ്ധതി തയ്യാറാക്കുന്നത്. ഒരു വലിയ ചെലവ് തന്നെ അതിനുവേണ്ടി, അതുപോലെ തന്നെ എത്രയോ ലക്ഷക്കണക്കിന് ആളുകളാണ് അതിനു വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടിരുന്നത്. ഇതിൽ ആദ്യത്തേത് അപ്പോളോ 1 1967 ജനുവരി 27 പ്രയാണം ആരംഭിച്ചു.
14 ദിവസം ബഹിരാകാശത്തിൽ ഭൂമിയെ വട്ടമിട്ട് പറക്കാനാണ് അപ്പോളോ 1 ലക്ഷ്യമിട്ടിരുന്നത്. വിർജിൻ ഗ്രിസം, എഡ്വേർഡ് വൈറ്റ്, റോജർ ചാഫി എന്നിവർ കയറിയ അപ്പോളോ 1 എന്ന പേടകത്തിന് പക്ഷേ അത് വിജയിപ്പിക്കാനായില്ല. പരീക്ഷണത്തിനിടയിൽ തന്നെ അതിന് തീ പിടിച്ചു. അപ്പോളോ 1 കത്തിച്ചാമ്പലായി. അതിലുണ്ടായിരുന്ന 3 യാത്രികരും എരിഞ്ഞടങ്ങി. അമേരിക്കയെ നാണം കെടുത്തിയ സംഭവമായിരുന്നു അത്. സോവിയറ്റ് റഷ്യക്ക് മുന്നിൽ അമേരിക്കയുടെ അഭിമാനം കരിഞ്ഞു പോയ സംഭവം. പക്ഷേ പിന്മാറാൻ അമേരിക്ക തയ്യാറായിരുന്നില്ല. 2 വർഷത്തിനുള്ളിൽ ഓരോന്നായി അമേരിക്ക 10 അപ്പോളോ പേടകങ്ങൾ വിക്ഷേപിച്ചു. പിന്നെയാണ് 1969 ജൂലൈ 16 അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നിന്ന് 3 യാത്രികരുമായി അപ്പോളോ 11 വിക്ഷേപിക്കുന്നത്. നീൽ ആംസ്ട്രോങ്, എഡിൽ ആഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നീ 3 യാത്രികർ. അവർ 1969 ജൂലൈ 20 ഇന്ത്യൻ സമയമനുസരിച്ച് ജൂലൈ 21 ചന്ദ്രനിലെത്തി. നീൽ ആംസ്ട്രോങ് ആദ്യം ഇറങ്ങി, പിന്നെ ആഡ്രിനും ഇറങ്ങി. ഇവർ ഇറങ്ങിയ സ്ഥലത്തിന് ഒരു പേരുമിട്ടു, സീ ഓഫ് ട്രാങ്ക്വിലിറ്റി, പ്രശാന്തിയുടെ സമുദ്രം. ഇവർ ചന്ദ്രോപരിതലത്തിൽ നടക്കുമ്പോഴെല്ലാം കോളിൻസ് കൊളംബിയ എന്ന നിയന്ത്രണ പേടകത്തിൽ ചന്ദ്രനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ ചന്ദ്രനിൽ ഇറങ്ങിയവരുടെ കൂട്ടത്തിൽ പെടാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തെ പലരും മറന്നു. നീൽ ആംസ്ട്രോങ്ങും എഡിൻ ആഡ്രിനും മാത്രം പ്രാധാന്യത്തോടെ ഓർമ്മിക്കപ്പെട്ടു. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ആംസ്ട്രോങ്ങിനും ആഡ്രിനും ഒപ്പം തന്നെ പ്രാധാന്യത്തോടെ തന്നെ ഓർമ്മിക്കേണ്ട പേരാണ് മൈക്കിൾ കോളിൻസും എന്ന് ഞാൻ പറയും. ജൂലൈ 24 അതായത് നമ്മുടെ സമയക്രമം അനുസരിച്ച് ജൂലൈ 25 ഈ 3 പേരും ഒരു പോറല് പോലും ഏൽക്കാതെ ചന്ദ്രനിൽ നിന്നും ഭൂമിയിൽ തിരിച്ചെത്തി. ശാസ്ത്രലോകം അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുകുത്തിയ സംഭവം. അഭിമാനിയായ അമേരിക്കൻ പ്രസിഡന്റ് ലിൻഡൻ ബി ജോൺസൺ ആഘാതം കൊണ്ട് മതിമറന്ന് തുള്ളിച്ചാടി. ഇതാണ് റഷ്യയുടെയും ചൈനയുടെയും സംശയത്തിന് ബലമേകിയതും. പക്ഷേ ഈ സംശയങ്ങൾക്കൊന്നും യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് 1976 അതായത് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങി 7 വർഷം പൂർത്തിയാക്കുന്നതിനിടയിൽ അമേരിക്കക്കാരൻ തന്നെയായ ബിൽ കെയ്സിംഗ് ഞങ്ങൾ ചന്ദ്രനിൽ പോയിട്ടില്ല എന്ന് വെടിപൊട്ടിക്കുന്നത്. അദ്ദേഹം അത് വെറുതെ പറയുന്നതല്ല, ഒരുപാട് തെളിവുകളും ഇതിനായി മുന്നിൽ വയ്ക്കുന്നുണ്ട്. ഇതിൽ പലതും ഇന്നും വ്യക്തമായി നിഷേധിക്കാൻ ആവാത്ത തെളിവുകളുമാണ് എന്നത് ഒരു യാഥാർത്ഥ്യവുമാണ്. ചാന്ദ്രയാത്രയെ നിഷേധിക്കുന്നവർ ഉന്നയിക്കുന്ന പ്രധാന തെളിവുകളിൽ ഒന്ന് ഇതാണ്. ഈ ഫോട്ടോ സൂക്ഷിച്ചു നോക്കൂ. ഇതിൽ ആകാശത്ത് നക്ഷത്രങ്ങളെ കാണുന്നില്ല. ചന്ദ്രനിൽ അന്തരീക്ഷമില്ല എന്ന് നമുക്കെല്ലാം അറിയാം. അങ്ങനെയാവുമ്പോൾ അവിടെ രാത്രിയിലെന്ന പോലെ പകൽ സമയത്തും നക്ഷത്രങ്ങളെ കാണേണ്ടതാണ്. ഇതെന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ഇതിൽ അമേരിക്ക പറയുന്ന വിശദീകരണം, നിലാവില്ലാത്ത നല്ല ഇരുണ്ട രാത്രിയിൽ ഭൂമിയിൽ നിന്ന് ഫോട്ടോ എടുത്താലും നക്ഷത്രങ്ങളെ കാണാൻ കഴിയില്ല എന്നതാണ്. ആ പറഞ്ഞത് സത്യവുമാണ് കേട്ടോ. ഞാനും പരീക്ഷിച്ചു നോക്കിയതാണ്. നല്ല ഇരുണ്ട അമാവാസി ദിവസം ഫോട്ടോ എടുത്താൽ നക്ഷത്രങ്ങൾ അതിൽ തെളിയില്ല. ഫോട്ടോഗ്രഫിയുടെ ഒരു പരിമിതിയാണത്. ഈ ഉത്തരം എനിക്ക് തൃപ്തികരമായി തോന്നിയെങ്കിലും സംശയാലുക്കളെ ഒട്ടും തൃപ്തിപ്പെടുത്തിയില്ല. അവർ തങ്ങളുടെ വാദത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ നമുക്കതിൽ ഒന്നും പറയാനില്ല. ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തിപ്പൂവാണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? നീൽ ആംസ്ട്രോങ് ആണ് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയത്. ആ വീഡിയോ ഇതാണ്. ചന്ദ്രനിൽ അദ്ദേഹമാണ് ആദ്യമായി കാലുകുത്തുന്നതെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഈ വീഡിയോ ആരെടുത്തു? ഇത് പ്രത്യക്ഷത്തിൽ തന്നെ ന്യായമായൊരു ചോദ്യമാണ്. ലൂണാർ മൊഡ്യൂളിൽ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറയിൽ നിന്നാണ് ഈ വീഡിയോ പകർത്തിയത് എന്നാണ് അമേരിക്കൻ ശാസ്ത്രജ്ഞരുടെ ഇതിനുള്ള ന്യായമായ ഉത്തരം. പക്ഷേ സംശയാലുക്കൾ ഇതിൽ ഒട്ടും തൃപ്തരല്ല. ഇത് ലൂണാർ മൊഡ്യൂളിൽ നിന്നും മുകളിൽ നിന്ന് എടുത്തതല്ല, സ്ട്രെയിറ്റായി എടുത്തതാണ് എന്ന് ആണ് ഇവർ അവരുടേതായ തെളിവുകൾ നിരത്തി വാദിക്കുന്നത്. ഇത് കാണുമ്പോൾ ഇതിൽ അല്പം കാര്യമില്ലേ എന്ന് നമുക്ക് തോന്നും. വെറും തോന്നലായിരിക്കാം അല്ലേ? ഇത് ചന്ദ്രനിൽ മനുഷ്യൻ ആദ്യമായി നാട്ടിയ അമേരിക്കയുടെ പതാകയാണിത്. ഇത് നോക്കൂ, പാറിക്കളിക്കുന്നതായി കാണുന്നില്ലേ? അന്തരീക്ഷമില്ലാത്ത ചന്ദ്രനിൽ എങ്ങനെയാണ് കൊടി പറക്കുന്നത്? ന്യായമായ ചോദ്യം. പക്ഷേ ഈ പതാക ഒന്ന് സൂം ചെയ്ത് സൂക്ഷിച്ചു നോക്കൂ. ഇത് നാട്ടിയിരിക്കുന്നത്
തല തിരിഞ്ഞ എൽ ആകൃതിയിലുള്ള ഒരു സ്റ്റിക്കിലാണ്. അതുകൊണ്ട് തന്നെ കൊടി മടങ്ങി തൂങ്ങി കിടക്കില്ല, നിവർന്നു തന്നെ നിൽക്കും. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ അതുകൊണ്ട് പതാക പറക്കില്ലല്ലോ, അതെങ്ങനെ സാധ്യമായി എന്നതാണ് അടുത്ത ചോദ്യം. അതിനുള്ള ഉത്തരം ആരെയും അത്ര തൃപ്തിപ്പെടുത്തുന്നതല്ല. കാരണം കൊടി നാട്ടിയപ്പോൾ ഉണ്ടായ ചലനം അല്പനേരം നീണ്ടു നിന്നുവെന്നും അതിനിടയിൽ തന്നെ ഫോട്ടോ എടുത്തുവെന്നുമാണ് വിശദീകരണം. അതുമാത്രമല്ല, പതാക കൊണ്ടുവന്നപ്പോൾ ചുളിഞ്ഞിരുന്നുവെന്നും ആ ചുളിവുകൾ കൊണ്ടാണ് അത് പാറുന്ന ഒരു പ്രതീതി ഉണ്ടാക്കിയതെന്നും വിശദീകരിക്കുന്നുണ്ട്. ഇതൊന്നും അത്ര അംഗീകരിക്കപ്പെട്ട ഒരു വിശദീകരണമായില്ല എന്ന് അമേരിക്കക്കാർ തന്നെ ഇപ്പോഴും രഹസ്യമായി പരാതി പറയുന്നുമുണ്ട്. ഇതാ ഈ ചിത്രം ഇനി നോക്കൂ. ഇതിൽ ചന്ദ്രനിലെ പ്രതലത്തിൽ വ്യക്തമായ കാൽപ്പാടുകളുണ്ട്. ഉണങ്ങിക്കിടക്കുന്ന പ്രതലത്തിൽ ചവിട്ടി നോക്കിയാൽ അറിയാം അവിടെ പാട് വ്യക്തമായി ഉണ്ടാവില്ല. എന്നാൽ നനവുള്ള മണ്ണിലാണെങ്കിൽ നന്നായി ഉണ്ടാവുകയും ചെയ്യും. ചന്ദ്രനിൽ നനവില്ല എന്ന് നമുക്കറിയാം. പിന്നെ എങ്ങനെയാണ് ചിത്രത്തിൽ കാണുന്ന പോലെ ഡീപ്പായ കാൽപ്പാടുകൾ ചന്ദ്രോപരിതലത്തിൽ ഉണ്ടാകുന്നത്? ഇതാണ് ചോദ്യം. ഈ കാൽപ്പാടുകൾ വ്യക്തമായിട്ട് നോക്കൂ. ഇത് വളരെ വ്യക്തമായ കാൽപ്പാടുകളാണ്. ഈർപ്പമുള്ള മണ്ണിൽ ചവിട്ടിയ പോലെയുള്ള കാൽപ്പാടുകൾ. പക്ഷേ ചന്ദ്രനിൽ വെള്ളമില്ല എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ എങ്ങനെ ഇത്രയും വ്യക്തമായ കാൽപ്പാടുകൾ ഉണ്ടായി എന്ന ചോദ്യത്തിനും അമേരിക്കൻ ശാസ്ത്രജ്ഞർ വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട്. ഭൂമിയിലെ മണ്ണും ചന്ദ്രൻ്റെ മണ്ണും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നും ചന്ദ്രനിലെ മൺതരികൾ വളരെ കൂർത്തതായിരിക്കുമെന്നും അതിനാൽ ഇവിടുത്തെ മണ്ണ് ഭൂമിയിലെ മണ്ണിനേക്കാൾ പറ്റിച്ചേർന്ന് കിടക്കുന്നതായിരിക്കുമെന്നും അവർ പറയുന്നു. ഇതാണ് കാൽപ്പാടുകൾ കൂടുതൽ വ്യക്തമായി പതിയാൻ കാരണമെന്നുമാണ് വിശദീകരണം. അവിടുത്തെ മണ്ണിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയില്ലാത്തതിനാലാവണം ഇത് കൊള്ളാനോ തള്ളിക്കളയാനോ എതിരാളികൾ തയ്യാറായിട്ടില്ല. ഇനിയാണ് ഇതിനൊക്കെ ശക്തമായ ആരോപണം നിഷേധികൾ ഉന്നയിക്കുന്നത്. ചാന്ദ്രയാത്രയിൽ വാൻ അലൻ റേഡിയേഷൻ ബെൽറ്റ് കടന്നു പോകുന്നുണ്ട്. ശക്തമായ വികിരണങ്ങളുള്ള മേഖലയാണിത്. റേഡിയേഷൻ ഏൽക്കാതെ ഇത് കടന്നു പോകാനുള്ള സംവിധാനങ്ങൾ അപ്പോളോ 11 ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ ഇവർ സുരക്ഷിതരായി പൂർണ്ണ ആരോഗ്യത്തോടെ ചന്ദ്രനിലെത്തി എന്നതാണ് ചോദ്യം. ഇത് അമേരിക്ക നൽകുന്ന മറുപടി തികച്ചും തൃപ്തികരമാണെന്ന് തോന്നുന്നു. അതിങ്ങനെയാണ്. വാൻ അലൻ ബെൽറ്റിന് 2 സോണുകളുണ്ട്. ഇതിലെ ഇന്നർ ബെൽറ്റിൽ ഉയർന്ന വികിരണശേഷിയുള്ള പ്രോട്ടോണുകളാണുള്ളത്. എന്നാൽ ഈ ഇന്നർ ബെൽറ്റിന് പുറത്തായുള്ളതാണ് ഔട്ടർ ബെൽറ്റ്. ഇതിൽ ഇന്നർ ബെൽറ്റിനെ അപേക്ഷിച്ച് ഊർജം കുറഞ്ഞ ഇലക്ട്രോണുകളുടെ സാന്നിധ്യമാണുള്ളത്. ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഏൽക്കുന്ന ഔട്ടർ ബെൽറ്റിലുള്ള താരതമ്യേന കുറഞ്ഞ അയണൈസിംഗ് വികിരണങ്ങളെ തടയാൻ അപ്പോളോ 11 അലൂമിനിയം കവചത്തിന് തന്നെ കഴിയും. ഈ വഴിയാണ് അപ്പോളോ 11 അധികവും കടന്നുപോയിട്ടുള്ളത്. ഇതാണ് വിശദീകരണം. എന്നാൽ കുറച്ചെങ്കിലും ഇന്നർ ബെൽറ്റിലൂടെ കടന്നുപോയപ്പോഴും ഹാനികരമായ വിധത്തിൽ വികിരണങ്ങൾ ഏറ്റില്ലല്ലോ, അതെന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് നിഷേധികൾക്ക് അംഗീകരിക്കാനാവുന്ന വിധത്തിലുള്ള ഉത്തരം നൽകാൻ അമേരിക്കൻ ശാസ്ത്രജ്ഞർക്ക് പോലും ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എതിരാളികൾക്ക് പോലും നിഷേധിക്കാനാവാത്ത അമേരിക്കയുടെ ഒരു തെളിവുണ്ട്. പല അപ്പോളോ ദൗത്യങ്ങളിൽ നിന്നായി അവർ 380 കിലോഗ്രാം ചാന്ദ്രശില ഭൂമിയിലെത്തിച്ചിരുന്നു. ലോകത്തിലെ വിവിധ ഗവേഷണ സ്ഥാപനങ്ങൾക്ക് ഈ ശിലകൾ പഠനവിധേയമാക്കാനായി അവർ അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അവരെല്ലാം എന്ന് പറഞ്ഞാൽ അന്നത്തെ സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെ ഇത് ചാന്ദ്രശിലകൾ തന്നെയാണെന്ന് അംഗീകരിച്ചിട്ടുണ്ട്. ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന പാറയേക്കാൾ 2000 ലക്ഷം വർഷങ്ങളുടെ പഴക്കം ഇതിനുണ്ട് എന്നാണ് കണ്ടെത്തൽ. എന്നാൽ 1976 ശേഷമാണ് ഈ പാറകൾ മറ്റ് രാജ്യങ്ങൾക്ക് പരിശോധിക്കാൻ നൽകിയതെന്നും അത് 1970 അപ്പോളോ 13 മറ്റോ എടുത്ത പാറകളാണെന്നും എതിരാളികൾ പ്രചരിപ്പിക്കുന്നു. പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമായി ആ നിലയ്ക്ക് പോയാൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല. എന്നാൽ ഒന്നുറപ്പിച്ച് പറയാം, 1976 മുതൽ ഈ സംശയങ്ങൾ ശാസ്ത്രലോകത്തുണ്ട്. ഇത് തെളിയിക്കുന്നതാണ് 6 വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിൽ നടത്തിയ ഒരു സർവേ. അമേരിക്കയ്ക്കെതിരെ അമേരിക്കക്കാരൻ തന്നെ ഉന്നയിച്ച ഈ കെട്ടുകഥ ആരും വിശ്വസിക്കുന്നില്ല എന്ന് തെളിയിക്കാനായിരുന്നു ഇംഗ്ലണ്ടിലെ ശാസ്ത്രലോകം ഈ സർവേ നടത്തിയത്. പക്ഷേ ഇതിൽ പങ്കെടുത്ത ഇംഗ്ലീഷുകാരിൽ 6-ൽ ഒരാൾ 1969 മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയത് എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് വിധി എഴുതി. എന്ന് മാത്രമല്ല, വെറും 4% പേർ മാത്രമാണ് 1969 തന്നെ മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയെന്ന വാദം പൂർണ്ണമായി അംഗീകരിച്ചത്. 12% പേർ ഒരുപക്ഷെ ശരിയായിരിക്കാം എന്നാണ് പറഞ്ഞത്. 9% പേർ ഇക്കാര്യത്തിൽ തങ്ങൾക്ക് ഒന്നും പറയാനില്ല എന്നും പ്രതികരിച്ചു. യുവാക്കൾക്കിടയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇതൊരു തട്ടിപ്പായിരുന്നു എന്ന് പറഞ്ഞത്.
24-നും 35-നും ഇടയിൽ പ്രായമുള്ളവരിൽ 21% പേർ 1969 മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ലെന്നും അതൊരു തട്ടിപ്പായിരുന്നുവെന്നും വ്യക്തമാക്കി. എന്നാൽ 55 വയസ്സിന് മുകളിലുള്ളവർ 13% പേരും ഈ വാദം അംഗീകരിക്കുകയും ചെയ്തു. ഇനി ഞാൻ പറയട്ടെ, ഇതേക്കുറിച്ചൊന്നും പറയാൻ ഞാനാളല്ല, ഞാനൊരു ശാസ്ത്രജ്ഞനല്ല, ഇക്കാര്യത്തിൽ അറിവുള്ളവനുമല്ല, ഇതൊന്നും എൻ്റെ അറിവുമല്ല. ഗാർഡിയൻ പത്രത്തിൽ വന്ന ഒരു ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ കുമാരനാശാൻ ചിന്താവിഷ്ടയായ സീതയിൽ പാടിയ പോലെ നാം ഇന്ന് അറിവതൽപ്പം എല്ലാം ഓമനേ ദൈവസങ്കല്പം എന്ന് പറയാനേ എനിക്ക് കാര്യത്തിൽ നിർത്തിയുള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, അപ്പോളോ 11 നിന്നും നാം ഇന്ന് ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു. ശാസ്ത്രം വലിയ കുതിപ്പ് നടത്തിയിരിക്കുന്നു. ചാന്ദ്രദൗത്യം ഇന്ന് ഒരു മിഥ്യയല്ല, സത്യമാണ്. ഇപ്പോൾ ഇന്ത്യയും UAEയും ഒക്കെ ചാന്ദ്രദൗത്യത്തിൽ എന്നല്ല ചൊവ്വാ ദൗത്യത്തിലും ഏറെ മുന്നിലാണ്. ഈ മേഖലയിൽ അമേരിക്ക, റഷ്യ, ചൈന എന്നിവയ്ക്ക് തൊട്ടു പിന്നിൽ UAE ഉണ്ടെന്നോർക്കണം. അതിന് തൊട്ടടുത്ത് തന്നെ ഇന്ത്യയുമുണ്ട്. എന്ന് മാത്രമല്ല 2117 ചൊവ്വയിൽ ഒരു ചെറു നഗരം തന്നെ സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് UAE. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് തൽക്കാലം ചന്ദ്രനെ മറക്കാം, ചൊവ്വയെക്കുറിച്ച് മാത്രം ചിന്തിക്കാം. നമ്മുടെയൊക്കെ മക്കളുടെ മക്കളുടെ മക്കൾ ചൊവ്വയിൽ പ്രവാസികളായി ജീവിക്കുന്നതിനെക്കുറിച്ച് സ്വപ്നം കാണാം. അതിലിപ്പോൾ നമുക്ക് കഴിയും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.